ഉപ്പുതറ പഞ്ചായത്തിലെ ഭരണസ്തംഭനത്തിനെതിരെ UDF പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. LDFിലെ പടലപ്പിണക്കം പഞ്ചായത്തിന്റെ വികസനത്തെ തകിടം മറിക്കുന്നതായാണ് പ്രതിപക്ഷ ആരോപണം. കമ്മിറ്റി പോലും വിളിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് തയ്യാറാവുന്നില്ല. ഇതിനെതിരെ ജനങ്ങളെ അണിനിരത്തി സമരം നടത്തുവാനുള്ള ഒരുക്കത്തിലാണ് പ്രതിപക്ഷം. പഞ്ചായത്ത് പ്രസിഡന്റും അദ്ദേഹത്തിന്റെ പാർട്ടിയും തമ്മിലുള്ള പടലപ്പിണക്കം പഞ്ചായത്തിനെ തകർക്കുകയാണ്. യഥാസമയം കമ്മിറ്റി വിളിച്ചു ചേർക്കുന്നില്ല. സ്പിൽ ഓവർ വർക്ക് കമ്മിറ്റി അംഗീകരിച്ച് DPCക്ക് നൽകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പുതിയ തൊഴിലുറപ്പ് പദ്ധതി ഇനിയും പല വാർഡുകളിലും ആരംഭിച്ചിട്ടില്ല. മഴക്കാല പൂർവ്വ ശുചീകരണവും എവിടെയും എത്തിയിട്ടില്ല. പഞ്ചായത്തിലെ മെയിന്റനൻസ് ഗ്രാന്റ് തീർന്നിട്ട് മാസങ്ങളായി. പുതിയത് കിട്ടാൻ ഇനിയും നടപടി ആരംഭിച്ചിട്ടില്ല. പ്രസിഡന്റും പാർട്ടിയും തമ്മിലുള്ള ആഭ്യന്തര പ്രശ്നം കാരണം സാധാരണ ജനങ്ങളുടെ ഒരു കാര്യവും നടക്കാത്ത അവസ്ഥയിലാണ്. ഈ നിലയിലുള്ള പഞ്ചായത്ത് ഭരണസമിതി എന്തിനാണെന്ന് പ്രതിപക്ഷം ആക്ഷേപം ഉന്നയിക്കുന്നത്. കുറെ നാളുകളായിട്ട് പ്രസിഡന്റിന്റെ പാർട്ടിയും പ്രസിഡന്റും തമ്മിലുള്ള രൂക്ഷമായ ഭിന്നത മൂലം പ്രസിഡന്റ് കുറേ ദിവസങ്ങളായിട്ട് ഓഫീസിൽ വരുന്നില്ല. സമയത്ത് കമ്മിറ്റി കൂടേണ്ട സമയത്ത് കമ്മിറ്റി കൂടാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ സ്പിൽ ഓവർ പദ്ധതികൾ അംഗീകരിച്ച് കമ്മിറ്റി പാസ്സാക്കി DPCക്ക് വിടേണ്ട സമയമായിരിക്കുകയാണ്. അത് സംബന്ധിച്ച് സ്പിൽ ഓവർ പദ്ധതി അംഗീകരിക്കാത്തത് മൂലം മറ്റേ പഞ്ചായത്തിലെ എല്ലാ വാർഡിലെയും വികസന പ്രവർത്തനങ്ങൾ നിർവഹിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിൽ മെയിൻ്റനൻസ് ഗ്രാൻറ്റിൻ്റെ ഫണ്ട് തീർന്നിരിക്കുകയാണ്. അത് ലഭിക്കാൻ ആവശ്യമായ നടപടി ഗവൺമെൻറ് തലത്തിൽ സ്വീകരിച്ചിട്ടില്ല. അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതി ഈ സാമ്പത്തിക വർഷം ആരംഭിച്ചിട്ട് പല വാർഡിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ആയതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിച്ചില്ലെന്നുണ്ടെങ്കിൽ UDFിൻ്റെ കമ്മിറ്റി കൂടി ശക്തമായ സമരപരിപാടികൾക്ക് രൂപം നൽകുവാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. പ്രശ്നത്തിന് LDF നേതൃത്വം ഇടപെട്ട് ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ UDF പൊതുജനങ്ങളെ അണിനിരത്തി സമരത്തിന് നേതൃത്വം നൽകും. സമീപ പഞ്ചായത്തിലൊന്നും കാണാത്ത രീതിയിൽ ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടിയായിട്ടാണ് LDF ഭരണസമിതി മുന്നോട്ട് പോകുന്നതെന്നും സാബു വേക്കവേലി പറഞ്ഞു. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.